അന്താരാഷ്ട്രീയം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ. ഡോക്ടർ മുഹമ്മദ് മുക്താർ ഷൻഖീത്തി. ദമസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിച്ചപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇറാൻ തിരിച്ചടിക്കുമെന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും ചുവന്ന വരകൾ മറികടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് അതിൽ പ്രധാനം. ഇറാന്റെ ഒരു നയതന്ത്ര കാര്യാലയത്തെ ഉന്നം വെച്ചുകൊണ്ട് ചുവന്ന വര മുറിച്ചു കടക്കുകയാണ് ഇത്തവണ ഇസ്രായേൽ ചെയ്തത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിയന്ത്രിത ആക്രമണങ്ങളെ ഇരുപക്ഷവും ഇതുവരെ നടത്തിയിട്ടുള്ളൂ എന്ന് കാണാം. ആ കീഴ്വഴക്കം ഇസ്രായേൽ ലംഘിച്ചപ്പോൾ ഇറാന്റെ തിരിച്ചടിയും സമാന സ്വഭാവത്തിലുള്ളതായി. ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയാണിത്. ഇറാൻ സ്വന്തം മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ലെബനാൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇതുവരെ ഇറാൻ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരുന്നത്. ഇതുവരെ നടന്നു വന്നിരുന്ന ബിനാമികളെ വെച്ചുള്ള പോരാട്ടം നേർക്കുനേരെയുള്ള പോരാട്ടമായി പരിണമിക്കുന്നതിൻ്റെ സൂചനയായി ഇതിനെ കാണാം. നെതന്യാഹു ഇസ്രായേലിനകത്ത് ദുർബലനായി തീർന്നതും അമേരിക്കയുമായി അയാൾ ഉരസിക്കൊണ്ടിരിക്കുന്നതും ഗസ യുദ്ധത്തിൽ അയാൾ തളർന്നതുമൊക്കെയാവാം നേരിട്ടുള്ള ആക്രമണത്തിന് ഇറാനെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടാവുക. ഈ സന്ദർഭത്തിൽ ഇറാനുമായി മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. തെക്കൻ ലെബനാനിൽ നിന്നും ജൂലാനിൽ നിന്നുമൊക്കെ അപ്പോൾ കടന്നാക്രമണം പ്രതീക്ഷിക്കണം. നേരിട്ടുള്ള ആക്രമണം രാഷ്ട്രീയമായും ഇറാന് വിജയമാണ്. ഫലസ്തീനികളുടെ പ്രതിരോധത്തിൻ്റെ മുഖ്യ പിൻബലം തങ്ങളാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇതുവഴി ഇറാന് സാധിക്കുന്നുണ്ട്. ഇനി പ്രതികാരമായി ഇസ്രായേൽ ഇറാനിയൻ ഭൂമി ആക്രമിച്ചാൽ ഇരുപക്ഷവും തമ്മിലുള്ള നിയന്ത്രിത ആക്രമണ പ്രത്യാക്രമണ പതിവ് രീതികൾ തെറ്റും. നില വഷളായാൽ അത് വീണ്ടും സാധാരണ നിലയിലെത്തിക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരും. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ പല നിലയിൽ നോക്കിക്കാണാം. ഗസ യുദ്ധത്തിൽ ഇത് എന്തു മാറ്റമുണ്ടാക്കും എന്നതാണ് ഒന്നാമത്തത്. ഫലസ്തീൻ പ്രശ്നത്തെ മൊത്തത്തിൽ ഇത് എങ്ങനെ ബാധിക്കും? അറബ് ലോകത്ത് അത് എന്തൊക്കെ അനുരണനങ്ങൾ ഉണ്ടാക്കും? പല യുദ്ധമുഖങ്ങൾ തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ തുടക്കമാവുമോ ഇത്? അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നിയന്ത്രിത ആക്രമണ പ്രത്യാക്രമണത്തിലേക്ക് ഇരു കക്ഷികളും തിരിച്ചു പോകുമോ? ഗസ യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ഓരോ ആക്രമണവും കേവലം പ്രതീകാത്മകം മാത്രമായിരുന്നാൽ പോലും അത് ഗസക്കാർക്ക് അനുകൂലമായാണ് ഭവിക്കുക. ഇസ്രായേൽ അടിച്ചേൽപ്പിക്കുന്ന യുദ്ധഭാരത്തെ അത് ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ ആ ലഘൂകരണം ഗസക്കാർക്ക് അനുഭവിക്കാനായി. ദമസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിൽ ആക്രമണം നടത്തിയ ഉടനെ തന്നെ വലിയൊരു വിഭാഗം സൈന്യത്തെ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിൻവലിക്കുകയുണ്ടായി. ലെബനാനുമായും സിറിയയുമായും അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലേക്കാണ് മുൻകരുതൽ എന്ന നിലക്ക് ആ സൈനികരെ കൊണ്ടുവന്നത്. ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായാൽ ഗസയിലെ യുദ്ധം നിർത്തിവെക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായേക്കും. തെക്ക് ഗസയിലും വടക്ക് ലെബനാനിലും ജൂലാനിലും ഒരേ സമയം യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കാൻ അതേ മാർഗമുണ്ടാവും. ആ യുദ്ധം തുടങ്ങിയാൽ അത് നിർത്താൻ അമേരിക്കൻ സമ്മർദ്ദവുമുണ്ടാവും. കാരണം ആർക്കും ഒരു നിയന്ത്രണവുമില്ലാത്ത സ്ഫോടനാത്മകമായ നിലയിലേക്ക് അത് മേഖലയെ എത്തിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം പങ്കാളിയായ അമേരിക്കയുടെ റേറ്റിംഗ് ഇപ്പോൾ തന്നെ ഏറ്റവും താഴെയാണ്. ഇസ്രായേൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഫലസ്തീനിയൻ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഇറാൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും നൽകി സഹായിക്കും. ഇസ്രായേലിനെ അടിക്കാനുള്ള വടിയായി അത് ഉപയോഗിക്കും. പ്രതിരോധ പ്രസ്ഥാനങ്ങൾ 10 മടങ്ങ് ശക്തിപ്പെടും എന്നതായിരിക്കും ഇതിൻ്റെ സ്വാഭാവിക ഫലം. മൊത്തം ഫലസ്തീൻ പ്രശ്നത്തിലും ഇറാൻ ഇസ്രായേൽ യുദ്ധം അനുകൂല ഘടകമായിരിക്കും. ഇസ്രായേൽ എന്ന കൊളോണിയൽ കുടിയേറ്റ സമൂഹത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം ആ സമൂഹത്തിൽ ഭീതിയും ഉത്കണ്ഠയും പരത്തുക എന്നതാണ്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടെ കടുത്ത ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നു ആ കുടിയേറ്റ സമൂഹം. ഇറാന്റെ ആക്രമണത്തെ വിലകുറച്ച് കാണുന്നവർ മനഃശാസ്ത്ര യുദ്ധത്തെക്കുറിച്ച് പിടിപാടില്ലാത്തവരാണ്. ഇസ്രായേലി സമൂഹം എത്തിപ്പെട്ട ശൈഥില്യത്തെക്കുറിച്ചും അവർക്ക് ധാരണ കാണില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നവരാണ് ഇസ്രായേലി സമൂഹം എന്ന് പറയുന്നത്. ഇവരിൽ അധിക പേർക്കും ഇരട്ട പൗരത്വമുണ്ട്. ഇസ്രായേലിൽ സമാധാനവും സുരക്ഷിതത്വവും ഇല്ലെന്ന് വന്നാൽ തങ്ങൾക്ക് പൗരത്വമുള്ള പഴയ നാട്ടിലേക്ക് അവർ തിരിച്ചു പോകും. സയനിസ്റ്റ് പ്രോജക്റ്റിൻ്റെ അന്ത്യമായിരിക്കും അതോടെ സംഭവിക്കുക. ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ചത് മുതൽ ഇസ്രായേലി സമൂഹം കടുത്ത ഭീതിയിലാണെന്ന് ഇസ്രായേലി പത്രമായ ജെറൂസലം പോസ്റ്റ് എഴുതുന്നു. ഇസ്രായേൽ പൗരന്മാർ പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നതായും വെള്ളം ധാരാളമായി സംഭരിച്ചു വെക്കുന്നതായും എല്ലാ തരത്തിലുമുള്ള വൈദ്യുതി ജനറേറ്ററുകൾ വാങ്ങിക്കൂട്ടുന്നതായും പത്രം തുടർന്നെഴുതുന്നു. ഇത് ഭീതിയും ഉത്കണ്ഠയും പടരുന്നതിൻ്റെ ലക്ഷണമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തെൽ അവീവ് യൂണിവേഴ്സിറ്റി ഇറാനിയൻ പഠന വിഭാഗം ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ഹാരറ്റ്സ് പത്രം സർവേ ഫലം പ്രസിദ്ധീകരിക്കുകയുണ്ടായി.
ഇറാൻ അണുവായുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇസ്രായേൽ വിടുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 4-1 പേരും പറഞ്ഞത്. ഇനി അറബ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ചെങ്കടലിൻ്റെയും മധ്യധരനാഴിയുടെയും കിഴക്കിലുള്ള അറബ് രാജ്യങ്ങൾക്ക് അവർ എന്തു നിലപാടെടുത്താലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. 2 തരം രാജ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇറാനുമായി സഖ്യത്തിലുള്ള, ഫലസ്തീനികൾക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളാണ് ആദ്യ വിഭാഗം. ഇസ്രായേലുമായി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുന്നവയാണ് 2ാം വിഭാഗം രാജ്യങ്ങൾ. ഇറാന്റെയും സഖ്യകക്ഷികളുടെയും പ്രതികാര നടപടികളിൽ നിന്ന് 2ാം ഇനത്തിൽപ്പെട്ട രാജ്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ല. അതിലൊരു രാജ്യത്തിന് ഇറാൻ ഈയിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അറബ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിലും യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന് ന്യായമായും ആശങ്കിക്കുന്നുണ്ട്. ഇറാനോട് ചേർന്ന് കിടക്കുന്ന, എന്നാൽ ഇസ്രായേലിനോട് വിധേയത്വം പുലർത്തുന്ന രാജ്യങ്ങൾക്കായിരിക്കും യുദ്ധച്ചൂട് കൂടുതൽ സഹിക്കേണ്ടി വരിക. ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇനിയുള്ള കാര്യങ്ങൾ രൂപപ്പെടുക. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം: 2023 ഒക്ടോബർ 7 പോലെ 2024 ഏപ്രിൽ 13 ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് കനത്ത തിരിച്ചടിയേറ്റ ദിവസങ്ങളായി ചരിത്രം അവയെ രേഖപ്പെടുത്തും. ഇസ്രായേലിന് ഈ ആക്രമണങ്ങൾ എത്ര നഷ്ടമുണ്ടാക്കി എന്ന് നോക്കിയല്ല ആ ദിവസങ്ങളെ വിലയിരുത്തേണ്ടത്. സയനിസ്റ്റുകളുടെ ആത്മവിശ്വാസത്തെയും അവരുടെ പ്രോജക്റ്റിനെയും അത്രയധികം കുലുക്കിക്കളഞ്ഞിട്ടുണ്ട് ഈ 2 സംഭവങ്ങളും. കുടിയേറ്റ ജനതയിൽ ഭയവും അങ്കലാപ്പും അവ വല്ലാതെ കൂട്ടിക്കളഞ്ഞിട്ടുണ്ട്. യുദ്ധം അവസാന വിശകലനത്തിൽ മനോബലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണല്ലോ. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അധ്യാപകനാണ് ലേഖകൻ.